ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഇന്ന് രാവിലെ ഒരു 12:30 ഷോയ്ക്ക് നമ്മുടെ ഫോറം മാളി ദുരന്തർ എന്ന് പറഞ്ഞ മൂവി പോയി കണ്ടിട്ട് വരികയാണ്. എന്താ ഞാൻ അവിടം വരെ പോയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഏരിയയിൽ പൊതുവെ ആ പടത്തിന് റിലീസ് ഇല്ല. എന്നുവെച്ചാൽ കാണണ്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പണ്ട് ഇത്തിരി ഷോർട്ടായിരുന്നു. ഈ മാസം തന്നെ ഒരുപാട് മലയാളം പടവും തമിഴ് പടമൊക്കെ റിലീസ് ഉണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കണോണ്ട് അത് കാണാനുള്ള ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിന് വന്ന ഹെവി പോസിറ്റീവ് റിവ്യൂ ഉണ്ട്. പോകാതിരിക്കാനും പറ്റാവുന്നതിന് ഞാൻ പിന്നെ അവിടം വരെ പോയി ടിക്കറ്റ് എടുത്ത് പോയി കണ്ടിട്ട് വരികയാണ്. പടത്തെ പിന്നെ മെയിനായിട്ട് ഒട്ടനവധി കാസ്റ്റിംഗ് ഉണ്ട്. അതില് സാറ അർജുൻ എന്ന് പറഞ്ഞാണ് ഹീറോയിൻ. പുള്ളിക്കാരത്തി നമ്മുടെ മലയാളത്തിൽ തന്നെ ആൻമേരിയ കലിപ്പിലാണെന്ന് പറഞ്ഞ മൂവിയിലേക്ക് അഭിനയിച്ചിട്ടുള്ളതാണ്. പിന്നെ കാസ്റ്റിംഗിന് അടുത്ത ആള് പറയുന്ന അക്ഷയ് ഖന്ന എന്ന് പറയുന്ന ആക്ടറാണ്. പുള്ളിയുടെ അവസാനം ഇറങ്ങിയ മൂവി ചാവ എന്ന് പറയുന്ന മൂവിയാണ്. ആ മൂവിയിൽ തന്നെ ഔറംഗസേബ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണ് പുള്ളി ചെയ്തിരിക്കുന്നത്. എന്റെ കിടിലായിട്ട് തന്നെ പുള്ളി ചെയ്ത ക്യാരക്ടറാണ്. ഇതിലും കിടിലാണ് പുള്ളി. പിന്നെ പറയാനുള്ളത് അർജുൻ റംഭാൽ എന്ന് പറയുന്ന ആക്ടറാണ്. പുള്ളിയുടെ ഒരു പടം പറയാന്ന് വെച്ചാൽ നമ്മുടെ ഷാറുഖ് ഖാന്റെ റാവൺ മൂവിയിലെ വില്ലനായിട്ട് തന്നെ പുള്ളിയാണ്. പിന്നെ സഞ്ജയ് ദത്ത് പറയാല്ലേ, ലിയോലി വില്ലനായിട്ട്. പിന്നെ ഉള്ളത് മാധവ്. പടത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്, പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഗംഭീര പടം തന്നെയെന്ന് പറയാനുള്ളത്. ഒരു സ്പൈ സിനിമയ്ക്ക് വേണ്ട എല്ലാ കണ്ടന്റും എല്ലാ മേക്കിങ്ങും എല്ലാം പക്കയായിട്ട് തന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പടമാണ്. പിന്നെ ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് അപൂർവമായിട്ടാണ് നല്ല പടങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ വരാറുള്ളത്. ഈ കാലഘട്ടത്തിൽ അവസാനം ഞാൻ കണ്ടത് ഒരു ചാവ എന്ന് പറഞ്ഞ മൂവിയും പിന്നെ സിത്താർ സമീമർ എന്ന് പറയുന്ന അമീർ ഖാന്റെ ഒരു മൂവിയാണ്. ഈ രണ്ട് പടം മാത്രമേ എനിക്ക് ഈ അടുത്ത കാലത്ത് കണ്ട ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നതിൽ ഇഷ്ടപ്പെട്ടുള്ളൂ. അപൂർവമായിട്ടാണ് ഇതുപോലെ നല്ല പടമൊക്കെ വന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു കിടിലം പടമാണ്. നോർമലി വന്ന ഒരു സ്പൈ പടം എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെയാണ് പടം മേക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു സമയം പീരീഡ് കഴിയുമ്പോൾ അത് തന്നെ അവർ എഴുതി കാണിക്കും, ഒരു ബേസ്ഡോണെ ട്രൂ സ്റ്റോറി എന്നിട്ട് കാണിക്കും. അപ്പൊ ആ കഴിയുന്നത് തൊട്ട് നമുക്ക് കൂടുതലങ്ങാട്ട് പടം എൻഗേജിങ് ആയിട്ട് ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കുത്തിയിരുന്ന് കാണുന്ന ഒരു എക്സ്പീരിയൻസിനാണ് എനിക്ക് തോന്നിയത്. പടം കണ്ടപ്പോൾ എനിക്ക് മെയിനായിട്ട് തോന്നിയ ഒരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഊരും പേരും സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി പോലും ഇല്ലാണ്ട് മറ്റൊരു രാജ്യത്ത് പോയി നമ്മുടെ രാജ്യത്തിന്റെ സ്പൈ ആയിട്ട് ഇപ്പോഴും ജീവിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. പക്ഷെ അവരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു മരണപ്പെട്ട് കഴിഞ്ഞാലാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ ആരും ഒന്നും അറിയണ പോലും ഇല്ല. പക്ഷെ അവര് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എത്ര സ്വന്തം ജീവൻ വരെ ബലിയർപ്പിച്ചാണ് അവിടെ പോയി കിടക്കുന്നത്.